എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൻ്റെ ലോയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷനും അല്ലേ, അത് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആ എനർജിക്ക് നമ്മളൊരു എനർജി നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും അല്ലേ. പക്ഷെ ജീവിതത്തിൽ പലയിടത്തും ഈ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല കേട്ടോ. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കോൺഫ്ലിക്ട്സ്. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു ആശയ സംഘർഷം അല്ലേ. ഒരു വാദിയും പ്രതിയും, രണ്ടു കൂട്ടർ തമ്മിൽ സംസാരിക്കുന്നു, വിരുദ്ധമായ ആശയങ്ങൾ ഒത്തുചേരാൻ വളരെ ബുദ്ധിമുട്ട് അല്ലേ. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആവശ്യമുണ്ടോ? കുടുംബ ബന്ധത്തിൽ അത് ആവശ്യമില്ല. കോൺഫ്ലിക്റ്റ് എപ്പോഴാണ് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിനെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. കോൺഫ്ലിക്റ്റുകളിൽ കൂടെയാണ് എപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാരിൽ എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ സർവ്വസാധാരണമാണ് അല്ലേ. കാരണം രണ്ടുപേരും രണ്ട് വിഭിന്നമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറിച്ചു നടക്കപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ആശയ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാര്യം അവിടെ ഇന്നലെ വരെ കണ്ട ആൾക്കാരോ പരിചയിച്ച ചുറ്റുപാടുകളോ പരിചയിച്ച സ്വഭാവ രീതികളോ ഒന്നുമല്ല. വേറൊരു പുതിയ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ വരെ അപരിചിതനായ ഒരു പുരുഷന്റെ കൂടെ ഇന്ത്യയൊക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിലേക്കും പോകാറുണ്ട് അല്ലേ. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഒരു നെഗറ്റീവ് സെൻസിൽ കാണേണ്ട കാര്യമില്ല. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പോകുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവിതം എന്ന് പറയുന്നത് ഒരു കോഫി ഉണ്ടാക്കുന്നത് പോലെയാണ്. അതായത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു കോഫി ഉണ്ടാക്കുന്നത് പോലെയാണ്. ആദ്യം ഉണ്ടാക്കുമ്പോൾ അതിന് കടുപ്പം കുറവായിരിക്കും, പാല് കൂടുതലായിരിക്കും, മധുരം കുറവായിരിക്കും. അത് പിന്നെ ഉണ്ടാക്കി കാലക്രമേണ അത് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് എത്തിച്ചേരലാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നതും അത് അപ്രകാരം തന്നെയാണ്. അപ്പം നമ്മളുടെ റോൾ എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു കോൺഫ്ലിക്ട്സിലേക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ്. അത് ഏതൊരു ഒരു ഓഫീസിൻ്റെ അന്തരീക്ഷത്തിലാണെങ്കിലും, കുടുംബ അന്തരീക്ഷത്തിലാണെങ്കിലും, ഒരു അധ്യാപക വിദ്യാർത്ഥി അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിലും, സമൂഹത്തിൽ വിവിധ തരത്തിൽ നമുക്കൊരു മീഡിയേറ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ പോലും ഇപ്പോൾ പല രാജ്യങ്ങളും അല്ലേ മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം അവർക്ക് തമ്മിൽ അവരുടെ ആശയങ്ങളെ രണ്ടുപേരുടെയും ഭാഗം അവർ സംസാരിക്കുന്ന സമയത്ത് ഒരു മീഡിയേറ്റർക്ക് അത് നല്ല രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എവിടെയാണ് ഒരു പ്രോബ്ലം എന്ന് കണ്ടെത്തി വളരെ ഓപ്പൺ ആയിട്ട് അതിനൊരു ആൻസർ കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ മീഡിയേറ്ററിൻ്റെ റോൾ ഇവിടെ വളരെ വലിയതാണ്. അതുപോലെ കുറേ ഒരു നമ്മുടെ വികാരങ്ങൾ, ഇമോഷൻസിന് ട്രിഗർ ചെയ്യുമ്പോഴാണ് എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ വളരെ രൂക്ഷമായ രീതിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് കുറേ കൂടെ അതല്ലാത്ത രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ പലതരത്തിൽ അതിൻ്റെ ആ ഇമോഷണൽ ട്രിഗേഴ്സ് വരാനായിട്ടുള്ള കുറേ ഫാക്ടേഴ്സുകളും ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നമ്മൾ തുറന്ന് സംസാരിക്കുന്നു, ആ തുറന്ന് സംസാരിക്കാൻ നമുക്ക് ഓരോ വ്യക്തികൾക്കും കഴിഞ്ഞാൽ ഒരു 99% കോൺഫ്ലിക്റ്റുകളെയും വളരെ ആരോഗ്യപരമായ രീതിയിൽ നമുക്കതിനെ കൊണ്ടുപോകാനും ആ രീതിയിൽ അതിനെ നമുക്ക്